ഹലോ ഗായ്സ്, നമ്മൾ തയ്ക്കാൻ കൊണ്ടുപോവാണ്. ഞങ്ങളെ 2 പാവാട തയ്ക്കാൻ കൊണ്ടുപോവാണ്. കുറേ ദൂരമുണ്ട്. പോയി ഒരു പാടുണ്ട്. അത് കയറി പോകുമ്പോൾ കാലത്തോട് ഒരു കായിന് മറ്റേ കുടമുണ്ട്. ആ കുളത്തിന്ന് അവിടെ നിന്ന് നമ്മൾ നേരെ താഴത്തോട്ട് കയറി പോയപ്പോ പിന്നൊരു പൂ ആ പഴത്തോട്ട് കൊണ്ടുപോയി അടുത്ത പൂ പറിച്ച് പോയി എത്താറായേ. കുറേ പൂ പറ്റൂ. എന്നിട്ട് ണ്ടോ അടുത്തൊരു താണോന്ന് ഈ പൂവുകൾ തടവും. അത് കൂടി അപ്പാപ്പ മണ്ണെന്ന് ആ അപ്പാപ്പനോട് ചോദിക്കുന്നു വരിയരാന്ന്. ഒരു ഗേറ്റ് ഒരു വാലിലൊക്കെ പറഞ്ഞ അപ്പാപ്പൻ. അടി നോക്കി ഞങ്ങളുടെ അടിയിൽ പോയി. ഹായ് മക്കളെ, ആളെ മനസ്സിലായല്ലോ. ഇനായാണ് കേട്ടോ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾക്ക് ഒരാഗ്രഹം, അപ്പം നമ്മൾ കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ. അവൾ പറഞ്ഞാലും ഞങ്ങൾ തയ്ക്കാൻ കൊടുക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ചേച്ചിയുടെ വീടൊക്കെ കണ്ടുപിടിച്ചു. വീട് അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു തത്ത കേട്ടോ. പക്ഷെ ഇങ്ങനെ ഭാഷയൊന്നും പറയില്ല. നമ്മളെ കണ്ടിട്ട് ക്യൂട്ടായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ തത്തേനെ കണ്ട മാതിരി അവരും അതിനെ നോക്കി പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ കയറി. ഒരു കായൽ സൈഡാണ്, അതുകൊണ്ട് തന്നെ കണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ സ്ഥലമൊക്കെ കണ്ട് ഏതായാലും പിള്ളേർ വീട്ടിൽ ഇരിക്കുമല്ലേ, അവർക്കൊരു വ്യായാമം ആയിക്കോട്ടെ, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്നോർത്താണ് ഞങ്ങൾ നടന്ന് ഇത്തവണ തയ്ക്കാൻ കൊടുക്കാൻ പോയത്. നമ്മൾ കുറുപ്പശ്ശേരി അമ്പലമാണ്. അവിടെ നെയ്വിളക്ക് പ്രസിദ്ധമാണ്. നെയ്വിളക്കിനുള്ള വിളക്കുകളൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വലിയൊരു അമ്പലമാണ്. ഇതാണ് അവിടുത്തെ വലിയ നേർച്ച. അപ്പോൾ അതിന് ഞങ്ങൾ ചെല്ലാൻ പറ്റിയില്ല, എല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.